കർത്താവിനെ അറിഞ്ഞത് കൊണ്ടാ 2026 ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. കർത്താവിനെ അറിഞ്ഞത് കൊണ്ടാ. അച്ഛാ, വിശ്വാസത്തിൽ ഇന്ന് രാവിലെ കർത്താവ് ചോദിക്കുക, അമ്മ വിലപ്പെടുത്തുകയാ. ചോദ്യങ്ങൾ വരും. നീ കഴിക്കുന്ന ആഹാരങ്ങൾ കാലുകൊണ്ട് തട്ടിക്കളയുമായിരിക്കാം. പ്രാർത്ഥിക്കാൻ വിരിച്ചങ്ങോണ്ടിരിക്കുമ്പോഴായിരിക്കും വീടിൻ്റെ അകത്ത് ബഹളം ഉണ്ടാകുന്നത്. അപ്പോൾ ഹൃദയത്തിൽ തോന്നും, ദൈവത്തെ അറിഞ്ഞിട്ടും കർത്താവ് വീടിൻ്റെ അകത്തൊരു സമാധാനമില്ലല്ലോ, വെച്ച കഞ്ഞു കുടിക്കാൻ ഒരു സമാധാനമില്ലല്ലോ, സഹോദരൻ മദ്യവെച്ചിട്ട് വീടിൻ്റെ മുമ്പിൽ കിടന്ന കതുക് തല്ലിപ്പൊളിക്കാൻ നിൽക്കുക, സമാധാനമില്ലല്ലോ. കർത്താവ് പറയാ, നീ അല്പകാലം ഒന്ന് പിടിച്ചു നിൽക്കുക, ദൈവത്തിൻ്റെ പ്രസാദ വർഷം നിന്റെ മേൽ വരും. നീ മുഖാന്തരം നിന്റെ സഹോദരൻ രക്ഷിക്കപ്പെടും, നീ മുഖാന്തരം നിന്റെ കുടുംബം രക്ഷിക്കപ്പെടും, നീ മുഖാന്തരം നിന്റെ പട്ടണം രക്ഷിക്കപ്പെടും. അല്പസമയം നീ ഒന്ന് പിടിച്ചു നിൽക്കുക ബ്രദറെ, അല്പസമയം ഒന്ന് പിടിച്ചു നിൽക്കുക ബ്രദറെ. കർത്താവിൻ്റെ കരുതൽ നീ കാണുമെന്ന് ഈ തലമുറയിൽ. Hallelujah. How to come here? Hallelujah. Hallelujah. How to come here? പ്രശ്നമുണ്ടോ? പരിഹാരമുണ്ട്. പ്രശ്നമുണ്ടോ? ഉറക്കെ പറ. പരിഹാരകരെ ഞങ്ങൾക്കറിയാം, വാതിൽ ഞങ്ങൾക്കറിയാം. വാതിൽ യേശുവാണ്, എല്ലാത്തിൻ്റെ പരിഹാരം യേശുവാണ്. എത്ര വലിയ പർവ്വതീകരിച്ച പ്രശ്നമാണെങ്കിലും അതിന്റെ വാതിൽ ഏക സത്യ ദൈവം യേശുവാണെന്ന് അഭിമാനത്തോടെ പറയുന്നതിൽ ഞങ്ങൾക്കൊരു ലജ്ജയുമില്ല. ഞങ്ങളുടെ പ്രിയ നായകൻ യേശുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഒഡീസയിൽ ഗ്രഗാൻസാൻ എന്ന് പറയുന്ന ഒരു മിഷണറി അവിടുത്തെ സാധുക്കളായിരിക്കുന്ന ജനത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്നതാണ്. അസുഖക്കാരായിരിക്കുന്നവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വന്നതാണ്. അവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ കൂടി രാത്രി ഗ്രഗാൻസാനും ഓരോ മോനും പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന ജീപ്പിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. അവിടുത്തെ കുറച്ച് ചെറുപ്പക്കാരെന്തെന്നറിയോ, കച്ചി കൂട്ടിയിട്ട് ജീപ്പിൻ്റെ അടിയിലിട്ടിട്ട് ഡീസൽ ഒഴിച്ച് ജീപ്പ് കത്തിച്ചു. ജീപ്പിൻ്റെ വാതിലുകളെല്ലാം ലോക്കായിരുന്നു. ഗ്രഗാൻസാനും 2 മക്കളും ജീപ്പിൻ്റെ അകത്ത് ദാരുണ അന്ത്യം. അവർ ചെയ്തെന്താ? അവരെന്തിനാ ഒഡീസയിലേക്ക് വന്നേ? ആ ഗ്രാമീണ സ്ഥലത്തേക്ക് എന്തിനാ വന്നേ? ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാൻ. രോഗികളായിരുന്നവർക്ക് മരുന്ന് വെച്ച് കെട്ടണം. വിരണവും ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ പോകുന്നത് എനിക്ക് അവിടെ കൂടുതലും ശുശ്രൂഷ രോഗികളെ ശുശ്രൂഷിക്കുക. വ്രണമൊക്കെ ഉള്ളവരുടെ വ്രണമൊക്കെ കഴുകി ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. ഇതാണ് അവരവിടെ ചെയ്തുകൊണ്ടിരുന്നത്. കൃത്യം ചെയ്തവരെ പിടിച്ചു. ഗ്രഗാൻസാൻ്റെ ഭാര്യ മരിച്ചിട്ടില്ല. ഗ്രഗാൻസാൻ്റെ ഭാര്യ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കൃത്യം ചെയ്തവരോട് ഞാനും എൻ്റെ ദൈവവും ക്ഷമിച്ചിരിക്കുന്നു. അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവരിത് ചെയ്തത്. എനിക്ക് എൻ്റെ ദൈവത്തോട് യാതൊരു പിണക്കമില്ല. എൻ്റെ പിഞ്ചോമനാകുന്ന മകൻ്റെ സ്തോത്രം ശവഅടക്കിൽ ഞാനും പങ്കെടുക്കേണ്ടതായിട്ട് വന്നു. ഒഡീസയിൽ തന്നെയാണ് നടക്കിയത്. കുഴിമൂടി 3 പെട്ടിക്കകത്ത് ബോഡി വെച്ച് അടക്കി. വളരെ ദൈനികമായ അനുഭവമാണ്. മറ്റൊരു രാജ്യത്തിൽ നിന്ന് ഇന്ത്യയിൽ വന്നപ്പോൾ 3 ശവം, 3 മരണം. ഈ കൃത്യം നടന്നവരോട് പറയാണ്, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളവരുടെ തന്തയ്ക്കും തള്ളയ്ക്കെല്ലാം വിളിച്ചാനെ. നമ്മളാണെങ്കിൽ 4 തലമുറ നിന്ന് പ്രാപിയാന്. 4 തലമുറ എന്ത് ചെയ്യരുത്? 4 തലമുറ എന്ത് ചെയ്യരുത്? കഥാവേ, എൻ്റെ അപ്പൂപ്പനും But she's saying, ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. കാരണം എന്നറിയാമോ, നല്ല ബോധ്യമുണ്ട്. എൻ്റെ 2 മക്കളും എൻ്റെ ഹസ്ബൻഡും നിത്യതയിലുണ്ട്. നമ്മളെല്ലാം കടന്നു പോകുന്നൊരു അന്ത്യകാലത്തിലൂടെയാണ്. അന്ത്യകാല ലക്ഷണങ്ങൾ നമ്മൾ കൊണ്ടു തുടങ്ങുന്നു. സഹിക്കാൻ കഴിയാത്ത ചൂട്, അല്ലേ?
മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? ഞാനച്ചാ പ്രാർത്ഥിച്ചോ? എന്തു പ്രാർത്ഥിച്ചേ? ഇടിയും പെയ്ത് മഴയും വന്ന് കാറ്റ് പഠിക്കാനോ? എന്തിനു വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചേ? മഴ പെയ്തോ അച്ഛാ? അന്ത്യകാലമല്ലേ? ഒരു ഭാഗത്ത് യുദ്ധം നടക്കുന്നു, കൊടുമ്പരിയായിട്ട് ഒരു ഭാഗത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, മറുഭാഗത്ത് ചൂട്, മറുഭാഗത്ത് ഗ്യാസ് ഇല്ല, ചിലർക്ക് കുറ്റിയില്ല, വിറകില്ല. അപ്പം മനുഷ്യന് വാസയോഗ്യമായിട്ടുള്ള യാതൊരു സാഹചര്യവും ഇപ്പോൾ നമുക്കില്ല. ഒരു കാലം ഈ തലമുറയിൽ ജീവിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ കർത്താവിൻ്റെ വരവിനോടടുത്തിരിക്കുക. നമ്മൾ കർത്താവിൻ്റെ വരവിനോടടുത്തിരിക്കുകയാണ്. അതാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ പരിശോധനകൾ ജീവിതത്തിൽ മുമ്പത്തെ കാട്ടിലും കൂടുതലായിരിക്കും ഇനി. ഞാൻ ചോദിക്കുന്നൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ മുഖത്ത് നോക്കി ത്യജിച്ച് കളയുമോ? നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ തള്ളിപ്പറയുമോ? സ്ഥാനപ്പെട്ടവരെ, ഒരാളെങ്ങനെ വിളി കേട്ടുള്ളൂ, രക്ഷിക്കപ്പെട്ടവരെ, നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ തള്ളിപ്പറയുമോ? നിങ്ങളുടെ ദൈവത്തെ ത്യജിച്ച് കളയുമോ? സ്വർണം തരാം, 2 ഏക്കർ സ്ഥലം തരാം, കണ്ടം തരാം, റബ്ബറും തോട്ടം തരാം, കുഞ്ഞിന് വിവാഹത്തിന് വേണ്ടി ഡോറി തരാം, മോളെ കെട്ടിച്ച് തരാം, ഞാൻ പൈസ തരാം. നിങ്ങൾ മാടി മാടി വിളിക്കുക, നിങ്ങളുടെ വിശ്വാസം വിട്ടിട്ടെന്ന് വാ വാ. വിശ്വാസ വീരന്മാർ പറയും, മോളെ കെട്ടിച്ചില്ലെങ്കിലും സ്ത്രീധന തുക കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇവളിവിടെ നിന്നാലും ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ ത്യജിക്കത്തില്ല. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, ഞാൻ അവനെ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നാരങ്ങ വെള്ളത്തിൻ്റെ ടേസ്റ്റ് എന്താന്ന് പറയണ്ട അല്ലേ? സ്തോത്രം 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 സ്തോത്രം. തണ്ണിമത്തങ്ങയുടെ ടേസ്റ്റ് എന്താന്ന് പറയണ്ട. ഷാർജ തേൻ പരിക്കയായി ചക്ക, ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് എന്താന്ന് ആരോ പറഞ്ഞു തരണ്ട. ഞാൻ എത്രയോ നാളുകൾക്ക് മുമ്പ് ഞാൻ തിന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് എനിക്കറിയത്തില്ലയോ? എൻ്റെ കർത്താവിനെ ഞാൻ എത്ര പ്രാവശ്യം രുചിച്ചറിഞ്ഞു. കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ഞാൻ രുചിച്ചറിഞ്ഞു. ആമേൻ ആമേൻ ആമേൻ. പൊട്ടക്കിണത്തിൽ വീണപ്പോൾ രുചിച്ചറിഞ്ഞു. അല്ലേ സഹോദരന്മാര്, എൻ്റെ ചന്തയിലേക്ക് വിറ്റ് കളഞ്ഞപ്പോൾ ഞാൻ രുചിച്ചറിഞ്ഞതാ. ഈ കർത്താവിനെ ഞാൻ എങ്ങനെ മറക്കും? ഈ കർത്താവിനെ ഞാൻ എങ്ങനെ മറക്കും? ഞാൻ അവരെ ടേസ്റ്റ് ചെയ്തതാ. എന്റെ സഹോദരന്മാര് പൊത്തിഫവറിന്റെ വീട്ടിലേക്ക് അടിമ കച്ചവടക്കാർക്ക് വിറ്റ് കളഞ്ഞു. പൈസക്ക് എന്നെ വിറ്റ് കളഞ്ഞു. അവിടെ നിന്നോട് ഞാൻ ദൈവത്തിന്റെ സ്നേഹം രുചിച്ചിറങ്ങതാ. പൊത്തിഫവറിന്റെ ഭാര്യ ഞാൻ പാപം ചെയ്തു പറഞ്ഞുകൊണ്ട് ചെയ്യാത്ത ശിക്ഷയ്ക്ക് എന്നെ കാരാഗ്രഹത്തിൽ അടച്ചതാ. കാരാഗ്രഹത്തിൻ്റെ അകത്ത് കിടന്നപ്പോഴും ഞാൻ എൻ്റെ കർത്താവിനെ രുചിച്ചറിഞ്ഞതാ. കാരാഗ്രഹത്തും വന്നപ്പോഴും അടിമക്കച്ചവടക്കാർക്ക് വിറ്റപ്പോഴും സഹോദരന്മാർ വസ്ത്രം മൊത്തം ഉരിഞ്ഞ് അടിച്ച് അവനെ പൊട്ടക്കടത്തി വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടും ജോസഫ് പറയുക, എൻ്റെ ദൈവം എനിക്ക് പ്രിയപ്പെട്ടവരാ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ 2 കാലും ചങ്ങലക്കകത്തിട്ട് കിടക്കുമ്പോഴും പത്രോസ് അല്പം പോലും ദൈവത്തെ ത്യജിച്ച് കളയാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അവർ ദൈവത്തെ രുചിച്ചറിഞ്ഞതാ. ഇന്ന് രാവിലെ ദൈവത്തെ രുചിച്ചറിഞ്ഞ എത്ര ദൈവമക്കളുണ്ട് പ്രിയപ്പെട്ടവർ? നാം ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവത്തെ കുറിച്ച് ആദ്യകാര്യമായ ഒരു അറിവില്ലാതെ നാം ദൈവത്തെ ആരാധിക്കരുത്. ഇന്ന് രാവിലെ സങ്കീർത്തനക്കാരന്റെ കൂടെ ചേർന്ന് നിന്നിട്ട് എത്ര പേര് പറയും, ഞാൻ എന്റെ കർത്താവിനെ രുചിച്ചറിഞ്ഞതാ. ഹല്ലേലൂയ. സ്തെഫാനോസിനെ മാറി 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 കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുക. ഒത്തിരി കല്ലേറ് കിട്ടിയില്ലയോ ജീവിതയാത്രയിൽ? ഒത്തിരി അപവാദം പറഞ്ഞില്ലയോ പലരും? അപവാദത്തിന് നടുക്കാൻ നിൽക്കുന്നേ, വേദനയുടെ നടുവിലാണ് നിൽക്കുന്നത്, രക്തച്ചൊരിച്ചിൽ നടുവിലാണ് നിൽക്കുന്നത്. എങ്കിലും സ്തെഫാനോസ് പറയുന്നത്, ഞാൻ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടം ഞാൻ കണ്ടു, സ്വർഗം എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടു, ഞാൻ എന്റെ ദൈവത്തെ വലിയവനായി കണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ദൈവമക്കൾ 2 കരവും ചേർത്തടിച്ച് ഈ വിശുദ്ധ സഭായോഗത്തിൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങിയോട്ടെ. അമ്മ തന്റെ കുഞ്ഞിനെ മറന്നുപോയാലും എത്ര കുഞ്ഞുങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ച് കളയുന്നു, അമ്മ തൊട്ടിലുകളിൽ ഉപേക്ഷിച്ച് കളയുന്നു.
ആ കുഞ്ഞുങ്ങൾ ആരും ജീവിക്കാതിരിക്കുന്നുണ്ടോ? ആ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവർ പിണങ്ങി പോയിട്ട് നിങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാ ജീവിക്കുന്നത്? ഞങ്ങൾ ജീവിക്കുകയല്ല, ഞങ്ങളെ ജീവിപ്പിക്കുന്ന കർത്താവാണ്. ഞങ്ങൾ ജീവിക്കുന്നതല്ല. എത്ര വൃദ്ധസദനമുണ്ട്, എത്ര അമ്മമാര് ജീവിക്കുന്നു, എത്ര കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയി, എന്നിട്ടും അവര് ജീവിക്കുക. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയായപ്പോൾ ഒരു ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ആരുമില്ല. ഞാൻ ശരി, എല്ലാവരും ഇവിടെ പോയി. അച്ഛനും അമ്മയും ചെറുപ്രായത്തിൽ തന്നെ, എൻ്റെ 5 വയസ്സിൽ തന്നെ തമ്മിൽ അടി ഉണ്ടാക്കി 2 പേരും പിണങ്ങിപ്പോയി. എന്നെ നോക്കിയത് എൻ്റെ അമ്മച്ചിയാണ് നോക്കിയത്. നല്ലപോലെ ഒരു 10-15 വയസ്സ് വരെ അമ്മച്ചിയൊക്കെ നോക്കി. അത് വെച്ചാൽ അമ്മച്ചിയും എന്നെ എന്ത് ചെയ്തു? കളഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രദർ പിന്നെ എങ്ങനെ ജീവിച്ചേ? ഞങ്ങൾ ഒരേ വീട്ടിലൊക്കെ പോയി കാറൊക്കെ കഴുകി ഒരേ വീട്ടിൽ ജോലിയൊക്കെ ചെയ്ത് ഞാൻ ജീവിച്ചു. സ്തോത്രം. ഞാൻ ചോദിച്ചപ്പോൾ എന്തു ജോലി ചെയ്യുന്നേ? സർക്കാർ ജോലിയുണ്ട്. ആരുമില്ല, അച്ഛനും അമ്മയും ഇല്ല, പലയിടത്ത് തേച്ചു തുടച്ചാ ജീവിച്ചത്. പിന്നെ ബ്രദർ അങ്ങനെ ഇത്ര വലിയൊരു പൊസിഷനിലെത്തിയത്? ബ്രദറെ, എൻ്റെ കർത്താവ് എന്നെ കൈവിട്ടില്ല കേട്ടോ. 5 വയസ്സിൽ അച്ഛനും അമ്മയും കളഞ്ഞതാ. നോക്കാൻ ആരുമില്ലായിരുന്നു, ഒരു തുണ്ട് ഭൂമിയില്ലായിരുന്നു, ഒരു മണ്ണില്ലായിരുന്നു, സങ്കടം പറയാൻ ഒരു സഹോദരനില്ലായിരുന്നു, ഒരു രക്തബന്ധമില്ലായിരുന്നു. പക്ഷെ കർത്താവ് ഉണ്ടായിരുന്നു. എൻ്റെ കർത്താവ് എന്നെ കൈവിട്ടില്ല. എൻ്റെ കർത്താവ് പഠിപ്പിച്ചു. അവൻ ഞാൻ പഠിച്ചു. എനിക്കിന്ന് ഗവൺമെന്റ് ജോലിയുണ്ട്. എൻ്റെ കർത്താവ് ജീവിക്കുന്ന ദൈവമാ. വിളിച്ചവനെ വിളിച്ചവനെ എൻ വേലയുടെ ആധാരമേ, വിളിച്ചവനെ വിളിച്ചവനെ എൻ വേലയുടെ ആധാരമേ. കരങ്ങൾ ഉയർത്തി. വിളിച്ചവനെ വിളിച്ചവനെ എൻ വേലയുടെ ആധാരമേ. നമ്മളെ വിളിച്ച നമ്മുടെ കർത്താവ് മാറി മാറി അടികിട്ടിയിട്ടും വസ്ത്രം പങ്കിട്ടിട്ടെടുത്തിട്ടും കർത്താവ് പറയാ, ഇവർക്ക് വേണ്ടിയാ ഞാൻ മരിക്കുന്നത്, ഈ മാനവജാതിക്ക് വേണ്ടി. ഈ ജനത വിടിവിക്കപ്പെടണം, ഈ ജനതയ്ക്ക് പാപമോചനം ലഭിക്കണം. സ്തോത്രം. നീ ദൈവപുത്രനാണെങ്കിൽ തന്നെ താൻ രക്ഷിക്കുന്നു പറഞ്ഞപ്പോഴും പുത്രൻ ദീർഘക്ഷമയോടുകൂടെ ക്രൂശിൽ കിടക്കുക. ഈ ജനത വിടുവിക്കപ്പെടണം. ആദാമ്യ ശാപത്തിന് ജനത വിടുവിക്കപ്പെടണം. പാപത്തിന് വിടുവിക്കപ്പെടണം. ശാപങ്ങൾ പടിവിട്ട് പുറത്തു പോകണം. കർത്താവ് അതിനുവേണ്ടി മൗനമായിരിക്കുകയാ. കർത്താവിന് വിശ്വാസമുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് യേശു പറഞ്ഞത്. എന്താ യേശു പറഞ്ഞേ? ഇസ്രായേലിൽ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആരോടാ പറഞ്ഞേ? ശതാധിപനോട്. അപ്പോൾ വിശ്വസിക്കുന്നവരെ കർത്താവിന് ഇഷ്ടമല്ലേ? അതൊക്കെ ഒരു ലൈവിൽ ഞാൻ പറഞ്ഞ വിഷയമാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്നും രോഗസൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കും. എല്ലാവർക്കും വേണ്ടിയല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുവാൻ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ രോഗശാന്തി ഉണ്ട്. രോഗശാന്തിയുടെ വർദ്ധാവാണ് യേശു ക്രിസ്തു. അത് വിശ്വസിച്ച് യേശു ക്രിസ്തുവിന്റെ റുമാലിൽ പിടിക്കുന്നവർക്ക്, വിശ്വസിച്ച് തൊങ്ങലിൽ പിടിക്കുന്നവർക്ക്, വിശ്വസിച്ച് വചനം ഏറ്റെടുക്കുന്നവർക്ക് അവൻ അത്ഭുത രോഗസൗഖ്യം തരുന്ന ദൈവം. പതിനേഴാമത്തെ വാക്യം. നമസ്കരിക്കുവാൻ പറഞ്ഞപ്പോൾ 17-ാം അധ്യായത്തിൽ 17 ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയെന്നും രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. അതല്ലെങ്കിലും
രാജാവിൻ്റെ ദേവന്മാരെ. ശ്രദ്ധിക്കണേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങൾ വിടിവിപ്പാൻ കഴിയുമെങ്കിലും അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടിവിക്കുകയില്ലെങ്കിലും ഞങ്ങൾ സ്തോത്രം. 17-ാം അധ്യായം വളരെ വിശ്വാസപരമായൊരു വിഷയമാണ്. ഇപ്പം നിങ്ങൾ പുറത്തോട്ട് നോക്കിയേ, എന്തോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നേ? ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എന്തുവാ? ചൂടാ. ഇപ്പോൾ വായിച്ച വിഷയത്തിനകത്ത് എന്തുവാ? ചൂടാ വിഷയം. ഭയങ്കര ചൂട്. അടുത്തിരിക്കുന്നത് എന്തോ ചൂടാന്ന് പറയുന്നത്, കൈ കൊടുത്ത് എന്തോ ചൂടായത്. പുറത്തെ ചൂടും നമ്മുടെ ചൂടും ദേഷ്യവും എല്ലാം കൂടെ എന്തോ ചൂടായത്. രസന ഉണ്ടാക്കി കുടിക്കുന്നു, ഫ്രിഡ്ജിനകത്ത് വെള്ളം മാറി മാറി കുപ്പിന്ന് മുക്കി മുക്കി കുടിക്കുന്നു. സ്തോത്രം. എന്തോ ചൂടായത്. അതിനെക്കാട്ടിൽ ചൂടാണ് രാജാവ്. ഉഗ്രകോപം പൂണ്ട. ഞാൻ ചെയ്ത കാര്യം നീ ചെയ്തില്ലെങ്കിൽ എരിയുന്ന തീച്ചൂളയ്ക്കകത്ത് നിന്നെ പിടിച്ചിടും. എരിയുന്ന എന്നിട്ട് കത്തിക്കൊണ്ടിരിക്കുക, അവിടെ തീച്ചൂളയ്ക്കകത്ത് കത്തിക്കൊണ്ടിരിക്കുക നല്ല പോലെ. നമ്മുടെ ഇപ്പോഴും ഈ എന്താ പറയുക, ഈ ചിക്കനൊക്കെ ഇട്ടില്ല, എന്താ മെഷീൻ എന്താ പറയുന്നത്, ഗ്രില്ല് ചെയ്തെടുക്കുന്നേ, അൽഫാമൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല, അതിനെക്കാട്ടിലും അതികഠിനമായ ചൂടാ. അടുത്തിരിക്കുന്നത് കൈ വന്നേ, ഭയങ്കര ചൂടാ ഇല്ലേ? രാവിലെ ഇത്ര ചൂടെന്തോ ചൂടാണല്ലോ, രാവിലെ ചൂടാവാ. ചൂടുണ്ടല്ലേ? ഒന്ന് കൈ വിടണേ. തണുക്കാൻ പറഞ്ഞേ. തണുത്തോ തണുത്തോ തണുത്തോ. ചോദിക്കുകയാണ്, ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയെന്ന് ഞങ്ങളെ വിടിവിക്കുവാൻ കഴിയുമെങ്കിലും വിടിവിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങൾ അതിന് മറുപടി ഇത്രയേ ഉള്ളൂ. ഇത് വിശ്വാസപരമായ ചോദ്യമാണ്. അതിന് വിശ്വാസപരമായി തന്നെ മറുപടി പറയാണ്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കത്തുള്ളൂ. അതിന് സഭ മാറിയാലും സഭയെ വന്നില്ലെങ്കിലും ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം വിട്ട് ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഞങ്ങൾ എങ്ങോട്ടും വ്യതിചലിക്കത്തില്ല എന്ന് പറയുന്നവരെ ആ ദൈവത്തിന് ഇഷ്ടം. അങ്ങനെ ദൈവത്തിൻ്റെ വിളി കെട്ടി ദൈവത്തെ ആരാധിക്കുന്നവരാണ് ഇവിടെ വന്നിരിക്കുന്നവരല്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. അതുകൊണ്ട് ഉറങ്ങരുത്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ഉറങ്ങരുത്. ദൈവത്തിന്റെ ദിവ്യ വിളി കെട്ടിയവർ എവിടെ നിന്ന് ഉറങ്ങുന്നേ? പരമ വിളിക്കാരിരുന്ന് ഉറങ്ങും. ഇവിടെ വന്നിരുന്നു പരമ വിളിയാ, ദൈവത്തിന്റെ പരമ വിളിയാ വിളിച്ചത്. അങ്ങനെ പൗലോസ് പറഞ്ഞേ, കർത്താവിന്റെ പരമ വിളി. നിത്യജീവന്റെ ഓഹരിക്കാരിരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. അവകാശികൾ ഉറങ്ങുവന്ന സ്തോത്രം. അടുത്തിരിക്കുന്ന നിത്യവിളിക്ക് ഓഹരിക്കാർ ഉറങ്ങരുതെന്ന് പറഞ്ഞേ. സ്വർഗത്തിന്റെ പൗരന്മാർ ഉറങ്ങരുത്, ഉറങ്ങിപ്പോരുത്. വിശ്വാസപരമായൊരു ചോദ്യം. ഇന്ന് ഈ ചോദ്യത്തിന് വളരെ പ്രസക്തിയുള്ളൊരു കാലഘട്ടം. ഞാൻ പെട്ടെന്ന് നിർത്താൻ പോകണം, ഇങ്ങനെ പോയ സമയം മുമ്പോട്ട് പോകും. പലരും ഉദ്ദേശിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ എത്രയോ പേര് ഇന്ന് വിശ്വാസം വിട്ടു പോകുന്നു. നമ്മളത് കണ്ടു, നമുക്കത് അറിയാം അല്ലേ? എത്ര പേര് പോകുന്നു. ഞാൻ ചോദിക്കുന്നൊരു കാര്യം, നിങ്ങളുടെ കാര്യം സാധിച്ചില്ലെങ്കിലും സാധിച്ചാലും ഒരു വിശ്വാസിയായി ജീവിപ്പാൻ, ഒരു സഹിഷ്ണുത ജീവിതത്തിൽ ജീവിക്കാൻ തയ്യാറാണോ? വിവാഹത്തിന് ഉടമ്പടി പറഞ്ഞു കൊടുക്കും. നല്ലൊരു ഭാര്യയായി, നല്ലൊരു ഭർത്താവായി നിന്റെ ഭാര്യയെ നീ എന്ത് ചെയ്യണം? പോറ്റി പുലർത്തണം. വിശ്വസതയോടെ
മരണപര്യന്തം വിശ്വസ്തയോടെ ജീവിക്കണം. ഇന്ന് രാവിലെ ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ടല്ലേ, നമുക്ക് ഒത്തിരി വിഷയങ്ങളുണ്ട്, ഒത്തിരി ആഗ്രഹങ്ങളുണ്ടല്ലേ, പലതും വേണം നമുക്ക്. ഇതൊന്നും നടന്നില്ലെങ്കിലും ഈ കർത്താവിനെ മുറുകെ പിടിക്കുമോ? സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമ്മുടെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും, 2 ഏക്കർ പറമ്പ് കിട്ടിയില്ലെങ്കിലും സ്വർഗത്തിൽ പോകാൻ പറ്റുന്നുണ്ടല്ലോ. കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ശപിക്കപ്പെട്ടവനാ. ശാപം എനിക്ക് വേണ്ട. ശാപം പിടിച്ച വീട്ടിൽ നിന്നാ ഞാൻ വന്നത്, ഇനി എനിക്ക് ആ ശാപം വേണ്ട. കടത്തിണ്ണേന്നാ ഞാൻ വന്നത്, ഇനി അങ്ങോട്ട് ഞാൻ പോകത്തില്ല. എന്റെ ദൈവം എന്നെ അവിടുന്ന് വിളിച്ചിറങ്ങിയത്, ആ ദൈവത്തെ ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത്. ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, യേശുവിൻ സ്നേഹം പോരായേ, എന്നേശുവേ നിൻ സ്നേഹം പോരാ. ചേർന്ന് പഠിച്ച സ്നേഹം പോരായേ, എന്നേശുവേ നിൻ സ്നേഹം, നിൻ സ്നേഹം എന്നേശുവേ നിൻ സ്നേഹം പോരായേ, എന്നേശുവേ നിൻ സ്നേഹം പോരായേ. തിളച്ചെണ്ണയെ കിടന്നാലും നിൻ സ്നേഹം പോരായേ, എന്നേശു. പോക്കറ്റിൽ പൈസയൊന്നുമില്ല, പോക്കറ്റ് കാലിയാണ്, നമ്മുടെ സാഹചര്യങ്ങൾ ആരും അറിയുന്നില്ല. അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും എഴുന്നേറ്റ് നിന്നേട്ടെ. മതി ഇരുന്നത്, എല്ലാവരും എഴുന്നേക്ക്, മതി അങ്ങ് ഇരുന്നത്. സ്തോത്രം. ചായ കുടിച്ചെന്ന് ആരും ചോദിക്കുന്നില്ല, തൊഴിലുറപ്പിന്റെ പൈസ കിട്ടിയെന്ന് ആരും ചോദിക്കും. പിന്നെ അവസരത്തിന് ഞാൻ നോക്കിയിരിക്കുവായിരുന്നു, ആരും ചോദിക്കുന്നില്ല. പക്ഷെ കർത്താവിന്റെ സ്നേഹം എന്നെ അങ്ങ് നിർബന്ധിക്കുക. ജോലി ഉണ്ടോ ഇല്ലയോ, പോകുന്നുണ്ടോ, അടച്ചോ, ഒന്നും ചോദിക്കുന്നില്ല. സ്തോത്രം. പക്ഷെ എന്നെ അറിയുന്നൊരു ദൈവം എനിക്ക് വേണ്ടിയുണ്ട്. ബാലന്മാരാണേ, എത്ര വയസ്സ് പ്രായം ഉണ്ടെന്ന് അവിടുത്തെ എഴുതിയിട്ടില്ല. പക്ഷെ അവര് പറയണ, രാജാവിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിൽ ഞങ്ങൾ എടുത്ത തീരുമാനത്തിൽ നിന്ന്, ഇന്ന് രാവിലെ കർത്താവ് ഇത് നമ്മളെല്ലാവരും നോക്കുവാണേ, നിങ്ങൾ എടുത്ത തീരുമാനത്തിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കരുത്. ആരോടുള്ള ദൂതാണ്, നിങ്ങളെടുത്ത് യു ആർ ടേക്കിംഗ് വൺ ഡിസിഷൻ, യു ആർ ടേക്കിംഗ് വൺ പർട്ടിക്കുലർ ഡിസിഷൻ. നിങ്ങളൊരു തീരുമാനം കർത്താവുമായിട്ടൊരു നിയമം ചെയ്തില്ലേ, കർത്താവുമായിട്ടൊരു നിയമം ചെയ്തില്ലയോ? ചെയ്തോ? യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു അല്ലേ? നാവ് കൊണ്ട് പാപം ഏറ്റു പറഞ്ഞു. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ലയോ? പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്ഥാനപ്പെട്ടില്ലേ? അപ്പൊ നമ്മൾ ഉടമ്പടിയിലല്ലേ ജീവിക്കുന്നേ? ഉടമ്പടി കരാറിന്റെ അകത്ത് ഒപ്പിട്ടോ, ഉടമ്പടിക്കകത്ത് ഒപ്പിട്ടോ വെച്ചാ നമ്മളെല്ലാം ഉടമ്പടിക്കാതില്ലയോ? മരണപര്യന്തം വിശ്വസ്തയോടെ ജീവിച്ചു കഴിഞ്ഞാൽ ജീവന്റെ കിരീടം പ്രാപിക്കും. മരണപര്യന്തം വിശ്വസ്തയോടെ ജീവിച്ചാൽ ജീവന്റെ കിരീടം പ്രാപിക്കും. അപ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റുമോ ആന്റി? പറ്റുമോ? കാരണം എവിടെ ജീവിക്കുന്നേ? ഉടമ്പടിക്കകത്താ ജീവിക്കുന്നേ. ഉടമ്പടിക്കകത്ത് ഒപ്പിട്ട് പോയി, വാക്ക് പറഞ്ഞു പോയി ഉടമ്പടിക്കകത്ത്. പക്ഷെ നമ്മൾ വാക്ക് മാറിപ്പോയാലും നമ്മളോട് വാക്ക് പറഞ്ഞ ദൈവം മാറത്തില്ല. ഇത് കേട്ട് കഴിഞ്ഞ ശേഷം അത് മാത്രം ഒരാളൊന്ന് വായിച്ച്, ആരെങ്കിലും ഒരാൾ വായിച്ച് ഇത് കേട്ടപ്പോൾ രാജാവ് ഉഗ്ര കോപം പൂണ്ട് പെട്ടെന്ന് സീക്രം വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. യെസ്,
ശ്രദ്ധിക്കണം, മുഖഭാവം മാറി. ശദ്രക്കിൻ്റെ മേശകൻ്റെ എപ്പോഴാണെന്നറിയോ മുഖഭാവം മാറിയത്? നിങ്ങളുടെയൊക്കെ മുഖഭാവം മാറാറുണ്ടോ? ഞങ്ങളുടെ ഇനി പാസ്റ്റ് നിന്ന് ഞങ്ങളുടെ മുഖഭാവം മാറും. മുഖഭാവം മാറി. എപ്പോഴാണെന്നറിയാം എൻ്റെ മുഖഭാവം മാറിയത്? തൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തപ്പോൾ. നമ്മളെ കാണാൻ വിശ്വാസം ചോദ്യം ചെയ്ത് നമ്മളിന് അവർ സൈഡിൽ നിൽക്കത്തുള്ളൂ. അപ്പി പറഞ്ഞ് ശരി തന്നെ ആയിരുന്നു. ഇത്രയും നാൾ പള്ളിയിൽ പോയിട്ട് ഒന്നും കിട്ടിയില്ല. മുഖഭാവം മാറരുത്. മത്തായി 6 നിന്റെ മുഖം വിരൂപമാകരുതെന്ന് പറഞ്ഞു. മുഖം വിരൂപമാക്കരുതെന്ന് പറഞ്ഞു. മുഖഭാവം മാറരുത്. മത്തായി 6:10 തോന്നുന്നു. മുഖഭാവം മാറി. തീച്ചൂള പതിവിനേക്കാളും 7 മടങ്ങ് തീച്ചൂള കൂട്ടി. അതികഠിനമായി ചൂട്. വർഷങ്ങളിൽ 10 വർഷത്തിലോ 5 വർഷത്തിലൊക്കെ ഒരിക്കലാണ് ലാർവ പൊട്ടി ഒഴുകി വരുന്നത്. ആ സമയത്ത് അത് കാണാനായിട്ട് ആരും തന്നെ പോകത്തില്ല. അതികഠിനമായ ചൂടാണ്. അതിനെക്കാട്ടിലും അതിശക്തമായ ചൂട്, നിയന്ത്രിക്കുവാൻ കഴിയാത്ത ചൂട്, മനുഷ്യനെ പൊടിച്ചു കളയുവാൻ പറ്റുന്ന ചൂടല്ലേ. അതികഠിനമായ ചൂട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അസ്ഥി വരെയും പൊടിഞ്ഞു പോകും, കത്തി പൊടിഞ്ഞു പോകും. അതികഠിനമായ ചൂട്. രാജാവിൻ്റെ ഉത്തരവാണ് ശത്രുഘ്നെ മേശക്കിനെ അഭ്യുദരഗോമിനെ പിടിച്ച് തീച്ചൂളയ്ക്കകത്ത് വലിച്ചെറിയുവാൻ 2 പടയാളികളുടെ നേതൃത്വത്തിന് ഏൽപ്പിച്ചു. ആ 2 കൂട്ടർ വന്ന് അവരെ പിടിച്ച് തീച്ചൂളയുടെ വക്കത്ത് വന്നപ്പോൾ തീച്ചൂളയുടെ ചൂട് കാരണം അവർ തീച്ചൂളയുടെ അഗ്രത്തിൽ വീണു മരിച്ചു. അപ്പോൾ തീച്ചൂളയ്ക്ക് എന്തുമാത്രം ചൂടായിരിക്കും? ഞാനിപ്പോൾ ഒരു വിഷയം പറയാം. അതിനെ നിങ്ങൾ ആത്മീയമായി ചിന്തിച്ചാൽ മതി കേട്ടോ. ആത്മീയമായിട്ട് മാത്രം ചിന്തിച്ചാൽ മതി. അല്ലാത്ത രീതിയിലാണ് ഞാൻ പറയുന്ന വിഷയത്തെ നിങ്ങൾ എടുക്കരുത്. ഇപ്പോൾ പുറത്തെന്തുവാ? ചൂടുണ്ടോ? ചൂടുണ്ടോ പുറത്തിപ്പോ? പിന്നെ നിർത്തിയിട്ട് ചൂടുണ്ടോ എന്നോ? എത്ര നേരിട്ട് ഞാനിവിടെ നിൽക്കുകയോ? ചൂടുണ്ടോ? എന്താ ചൂടുണ്ടോ അച്ഛാ? പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ചൂടിൽ നിങ്ങൾ വാടിപ്പോകത്തില്ല. ജീവിത സാഹചര്യത്തിൽ വരുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ശദ്രക്കും മേശക്ക അഭീതരഹോമിനെ അത് ബാധിച്ചില്ലെങ്കിൽ ഞാൻ പറയാം, ഈ ചൂടിന്റെ കാലഘട്ടത്തിലും നിന്റെ പോക്കറ്റ് കാലിയാകത്തില്ല. കമാൻ കമാൻ വിളിച്ചു പറ, വിശ്വാസം പറ. ലോകക്കാർക്ക് പ്രശ്നമാണ് ചൂട്. ലോകക്കാർക്ക് ചൂട് പ്രശ്നമാണ്. പക്ഷെ ഞങ്ങളെ ബാധിക്കത്തില്ല. ഞങ്ങളെ ബാധിക്കത്തില്ല ചൂട്. ഈ ചൂട് ഞങ്ങളെ ബാധിക്കത്തില്ല. കമാൻ ചർച്ച്. വിളിച്ചവനെ വിളിച്ചവനെ എൻ വേലയുടെ ആധാരമേ. സ്തോത്രം. ഈ ചൂടിന്റെ കാലഘട്ടത്തിൽ തീച്ചൂളയ്ക്ക് സമമാകുന്ന പ്രശ്നം എന്റെ ജീവിതത്തെ അലതല്ലുമ്പോൾ വചനം ഇന്ന് പകൽ പറയുക, ഈ പ്രതിസന്ധി എന്നെ ഏൽക്കത്തില്ല.